Okay, good afternoon students. നമുക്കിന്ന് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ടേം തന്നെയാണ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിനൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ മെംബ്രെയിൻ വിച്ച് അലൗസ് ഫ്രീ പാസേജ് ടു സോൾവെൻറ്റ് മോളിക്യൂൾസ് ബട്ട് നോട്ട് ടു സൊല്യൂട്ട് മോളിക്യൂൾസ്. നമ്മളൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സോൾവെൻറ്റിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ആ സൊല്യൂഷനിൽ സോൾവെൻറ്റ് മോളിക്യൂൾസിനെ മാത്രം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വാട്ടറാണ് എടുക്കുന്നത്, വാട്ടറിലൊരു ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു കോപ്പർ സൾഫേറ്റോ അല്ലെങ്കിൽ ഒരു NaClോ എന്തെങ്കിലും ഒരു സോൾട്ട് നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർ പാർട്ട്, അതായത് വാട്ടറാണ് അതിനകത്ത് സോൾവെൻറ്റ്, മറ്റേ കമ്പോണൻ്റാണ് അതിനകത്ത് സൊല്യൂട്ട്. സോ സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ പാസേജിനെ അത് പെർമിറ്റ് ചെയ്യില്ല, പക്ഷേ സോൾവെൻറ്റ് മോളിക്യൂൾസിനെ മാത്രം അലോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെംബ്രെയിനാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് ഒരു സൊല്യൂഷനെയും സോൾവെൻറ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷനും ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും തമ്മിൽ നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾവേസ് സോൾവെൻറ്റ് സൈഡ്, അതായത് ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്കായിരിക്കും സോൾവെൻറ്റ് പോവുക, അല്ലെങ്കിൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റ് സൈഡിൽ നിന്നും പ്യുവർ സോൾവെൻറ്റ് സൈഡിൽ നിന്നും സൊല്യൂഷൻ സൈഡിലേക്കായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഓസ്മോസിസ് എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രഷറുണ്ട്, അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോൾവെൻറ്റ് സൈഡിൽ നിന്നും പോകാൻ കാര്യം കാരണം വേപ്പർ പ്രഷറും അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പ്യുവർ സോൾവെൻറ്റിനാണ് കൂടുതലായിട്ടുണ്ടാവുക. സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിനേക്കാളും പ്യുവർ സോൾവെൻറ്റിനാണ് ഇതെല്ലാം കൂടുതൽ വരിക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് ടൈപ്പ് സൊല്യൂഷൻസിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് ഇഫ് വി സെപ്പറേറ്റ് ദെൻ ദ നോർമൽ പാസേജ് ഈസ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ സൈഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനോമിന, അതായത് സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് എ സോൾവെൻറ്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഫ്രം ദ പ്യുവർ സോൾവെൻറ്റ് ടു ദ സൊല്യൂഷൻ ഓർ ഫ്രം എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ടു എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ മീൻസ് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഷുഗർ സൊല്യൂഷൻ ആണെങ്കിലും കോപ്പർ സൾഫേറ്റ് ആണ് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എനി സൊല്യൂഷൻ യു ക്യാൻ ടേക്ക് ഇൻ ദ തിസിൽ ഫണൽ. അതൊരു എന്താണ്, തിസിൽ ഫണൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഫണൽ, നമ്മൾ സാധാരണ എടുക്കുന്ന ഫണൽ പോലെ വേറൊരു ടൈപ്പ് ഓഫ് ഫണലാണ് ഈ തിസിൽ ഫണൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് അടച്ചിരിക്കും. എന്നിട്ട് അതിനകത്ത് നമ്മൾ കോപ്പർ സൾഫേറ്റിൻ്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ബീക്കറിൽ വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യം അതിനെ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ എത്ര അളവാണോ ആദ്യം തിസിൽ ഫണലിൻ്റെ മുകളിൽ വാട്ടർ ലെവൽ ഉണ്ടായിരുന്നത് അത് റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ വാട്ടർ ഇൻ ടു ദ സൊല്യൂഷനാണ് നമ്മുടെ തിസിൽ ഫണലിനകത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഓർ ഷുഗർ സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് പറയാൻ കാര്യം നമുക്ക് കളേർഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് അത് മൂവ്മെൻറ്റ് ഈസി ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫ്ലോ ഓഫ് സോൾവെൻറ്റ് തന്നെയാണ് നമ്മൾ ശരിക്കും ഓസ്മോസിസ് എന്ന് പറയുന്നത് ത്രൂ ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇനി നമുക്കറിയാം അവിടെ നമുക്ക് ഒരു ഒറിജിനൽ ലെവൽ കാണിച്ചിട്ടുണ്ട്, അതുകൂടാതെ ഒരു ഫൈനൽ ലെവൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും പക്ഷേ ഒരു പർട്ടിക്കുലർ ലെവലിനപ്പുറത്തേക്ക് അത് റൈസ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഒരു ഫൈനലി അതൊരു ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്, അതായത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ ദ എക്സസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഓൺ ദ സൊല്യൂഷൻ വിൽ പ്രിവെൻറ്റ് ഫർദർ ഫ്ലോ ഓഫ് സോൾവെൻറ്റ്. അതായത് സൊല്യൂഷൻ സൈഡിൽ നിന്നും ഒരു എക്സസ് ആയിട്ടുള്ളൊരു പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് ഫർദർ സോൾവെൻറ്റിനെ അത് അലോ ചെയ്യുന്നില്ല. ഫർദറായിട്ട് ഇനി അങ്ങോട്ട് സോൾവെൻറ്റ് പാസ് ചെയ്ത് പോകാനായിട്ട് സൊല്യൂഷൻ ഒരു പ്രഷർ റെസിസ്റ്റ് ചെയ്യുന്നു. സൊല്യൂഷൻ സൈഡിൽ നിന്നും ഒരു പ്രഷർ വരുന്നു. ദാറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് നോൺ ആസ് ഓസ്മോട്ടിക് പ്രഷർ. സോ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദ ഇക്വിലിബ്രിയം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡെവലപ്ഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സൊല്യൂഷൻ സൈഡിൽ നിന്നാണ് ആ റെസിസ്റ്റൻസ് വരുന്നത്. സൊല്യൂഷൻ സൈഡ് ദാറ്റ് ഈസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു സ്റ്റോപ്പ് ദ പാസേജ് ഓഫ് സോൾവെൻറ്റ് ഇൻ ടു ദ സൊല്യൂഷൻ വെൻ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ
ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഡെഫിനിഷൻ അറിയാതിരിക്കണം. എന്താണ് ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? അത് സാധാരണ നമ്മൾ പൈ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ ഗ്യാസ് പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ കേസിൽ നമ്മൾ ഏതാണ്ട് അത് ഗ്യാസ് ലോസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കുറച്ച് ലോസ് നമുക്ക് തരുന്നുണ്ട്. അതിന് ഒന്നാമത്തെ ലോയാണ് വാൻ ഹോഫ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വാൻ ഹോഫ് ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ പൈ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ സി അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു സി, പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു സി. അപ്പോൾ കോൺസെൻട്രേഷൻ സി എന്ന് പറയുന്നത് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. ദാറ്റ് ഈസ് 1/V ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈയെയും വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഓൾസോ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വോളിയം എന്നുള്ള റിലേഷൻ പറയാം. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ബോയിൽസ് ലോ, ഗ്യാസസിൻ്റെ ബോയിൽസ് ലോയുമായിട്ട് അനലോഗസ് ആണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ കേസാണ് നമ്മൾ പറയുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ വാൻ ഹോഫ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷനാണ് നമ്മൾ പറയുന്നതെല്ലാം. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആകുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ടു ഗേഷ്യസ് പ്രോപ്പർട്ടീസ് ആണ്. അതുപോലെ വാൻ ഹോഫ് ചാൾസ് ലോ എന്ന് പറഞ്ഞ അനദർ ലോ ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ പൈ ഓഫ് എ സൊല്യൂഷൻ ഓഫ് എ ഗിവൺ കോൺസെൻട്രേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ദറ്റ് ഈസ് ഫോർ എ ഗിവൺ കോൺസെൻട്രേഷൻ ആണ്. നേരത്തെ നമ്മൾ ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ആണ് പറഞ്ഞത്. ദറ്റ് ഈസ് ഫോർ എ ഗിവൺ കോൺസെൻട്രേഷൻ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ദറ്റ് ഈസ് അത് നമ്മുടെ ഗ്യാസ് ലോസിൽ ചാൾസ് ലോയുമായിട്ട് അതിന് റിലേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വാൻ ഹോഫ് ചാൾസ് ലോ എന്ന് തന്നെ പറയുന്നത്. അതുപോലെ ഈ രണ്ട് ലോസ് കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ആൻഡ് പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V ആണ്. സോ പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു T/V ഓർ പൈ ഈസ് ഈക്വൽ ടു RT/V. വേറെ R എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ PV ഈസ് ഈക്വൽ ടു RT പഠിക്കുമ്പോൾ പറയുന്ന ഗ്യാസ് കോൺസ്റ്റൻ്റ് പോലെ ഹിയർ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ കോൺസ്റ്റൻറ്റ്. സോ പൈ V ഈസ് ഈക്വൽ ടു RT. ദാറ്റ് ഈസ് സിമിലർ ടു ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു RT. അപ്പോൾ ഇവിടെ നമുക്ക് V എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്, വിച്ച് കണ്ടെയ്ൻ 1 mole ഓഫ് ഡിസോൾവ്ഡ് സോല്യൂട്ട് ഇൻ ദിസ് പർട്ടിക്കുലർ കേസ്. അതായത് നമ്മൾ NRT പറഞ്ഞിട്ടില്ല. സോ N ഈക്വൽ ടു 1, അതായത് അതാണ് 1 mole ഓഫ് ഡിസോൾവ്ഡ് സോല്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇഫ് V ഈസ് ദ വോളിയം വിച്ച് കണ്ടെയ്ൻ N2 moles ഓഫ് ദ ഡിസോൾവ്ഡ് സോല്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യുമ്പോൾ പൈ V ഈസ് ഈക്വൽ ടു N2RT എന്ന് എഴുതാം. സപ്പോസ് ദർ ഈസ് നമ്പർ ഓഫ് മോൾസ് വി ഹാവ് ടു സ്പെസിഫൈ എങ്കിൽ നമുക്ക് PV ഈസ് ഈക്വൽ ടു NRT എന്ന് പറയുന്ന പോലെ തന്നെ പൈ V ഈസ് ഈക്വൽ ടു N2RT എന്ന് പറയാം. ആൻഡ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ ഈസ് നോൺ ആസ് വാൻ ഹോഫ് ഇക്വേഷൻ ഫോർ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ്. വാൻ ഹോഫ് ഇക്വേഷൻ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഓസ്മോട്ടിക് പ്രഷർ പറയുന്നതെല്ലാം ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നുള്ളതാണ് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ ലോസ് എന്ന് പറയുന്നത് ഏതാണ്ട് നമുക്ക് ഗ്യാസ് ലോസുമായിട്ട് സിമിലറായിട്ട് വരുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ സാധാരണ ഗ്യാസ് പ്രഷറിന് പകരം ഇവിടെ നമ്മൾ ഓസ്മോട്ടിക് പ്രഷറാണ് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്കൊരു ഫേമസ് ആയിട്ടുള്ളൊരു ലോ വേണമെങ്കിൽ നമുക്കവിടെ പറയാൻ പറ്റും. ഒരു തിയറി ആയിട്ട് വാൻ ഹോഫ് സജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ദ പ്രഷർ equal to the pressure which the dissolved substance would exert if it existed as a gas at the same temperature and occupied the same volume as the solution. അത് രണ്ട് തിയറീസും പിന്നെ നമ്മുടെ ഈ കമ്പാരിസണും വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ്. ഇനി നമുക്കിതിൽ നിന്ന് മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ ഓൾസോ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്.
പിന്നെ നമുക്ക് വാൻ ഹോഫ് ഇക്വേഷൻ അനുസരിച്ച് പൈ വി ഈസ് ഈക്വൽ ടു N2 RT ഉണ്ട്. അതിൽ N2ൽ നിന്നും N2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ W/M ആണ്, ദാറ്റ് ഈസ് W2/M2 ആണ്, വേർ W2 മാസും M2 എന്ന് പറയുന്ന മോളാർ മാസും ഒക്കെ സൊല്യൂട്ടാണ്. സോ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് M2 മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് വി ക്യാൻ കാൽക്കുലേറ്റ്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ട ഒരു ടേം എന്ന് പറയുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻ. ദാറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. വാൻ ഹോഫിൻ്റെ തിയറി അനുസരിച്ച് നമ്മൾ പൈ ഈസ് ഈക്വൽ ടു എന്താണ് CRT കോൺസെൻട്രേഷനും കൂടെ അവിടെ ഇൻവോൾവ് ആണ്. അത് സർട്ടൺ ടെമ്പറേച്ചർ നമുക്ക് ഒരേ സൊല്യൂഷൻസിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ഇക്വിമോളാർ, അതായത് ഒരേ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻസിന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കുമെന്ന് നമുക്ക് അതിൽ നിന്നും പിന്നെ എന്താണ് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ വെൻ ടു സൊല്യൂഷൻസ് വിത്ത് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, നോ ഓസ്മോസിസ് വിൽ ഒക്കർ. ഒരു ഓസ്മോസിസും അവിടെ നടക്കത്തില്ല, രണ്ടും ഒരേ എന്താണ് ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻസ് വിത്ത് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആർ ടേംഡ് ആസ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഐസോട്ടോണിക് സൊല്യൂഷൻസിന് നമുക്ക് രണ്ടിനും ഒരേ പിന്നെ ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എന്താണ് ഹ്യൂമൻ ബ്ലഡ് ഈസ് ഐസോട്ടോണിക് വിത്ത് 0.91% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ സലൈൻ വാട്ടർ, നമ്മൾ ഉപ്പുവെള്ളത്തിൻ്റെ 0.91% ഉപ്പുവെള്ളവും നമ്മളെ ബ്ലഡുമായിട്ട് ഐസോട്ടോണിക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും ആ ഒരു പെർസെൻറ്റേജ് വാട്ടറിൽ, സലൈൻ വാട്ടറിൽ ബ്ലഡ് കോർപ്പസൽസ് സ്വെല്ല് ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, വിൽ റിമെയിൻ സ്റ്റേബിളായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെഡിസിൻസ് സലൈൻ വാട്ടർ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെയിൻസിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. സലൈൻ വാട്ടറിൻ്റെ മിക്സ്ഡ് അപ്പ് സൊല്യൂഷനായിരിക്കും നമുക്ക് സാധാരണ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ഐസോട്ടോണിക് സൊല്യൂഷൻസ് 1 and 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ π1 ഈസ് ഈക്വൽ ടു N1 RT/V1, π2 ഈസ് ഈക്വൽ ടു N2 RT/V2 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ആസ് π1 ഈസ് ഈക്വൽ ടു π2. ഓസ്മോട്ടിക് പ്രഷേഴ്സ് ഈക്വൽ ആയതുകൊണ്ട് N1/RT/V1 N2/RT/V2 സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ സിമിലർ ടേംസൊക്കെ പോയി കഴിഞ്ഞാൽ വരുന്നത് N1/V1 ഈസ് ഈക്വൽ ടു N2/V2 ആണ്. സോ N1 എന്ന് പറയുന്നത് W1/M1 ആണ്, ആൻഡ് N2 എന്ന് പറയുന്നത് W2/M2 ആണ്. സോ ഈ റിലേഷൻസൊക്കെ ഓർത്ത് വച്ചേക്കുക. നമുക്ക് അതിനകത്തു നിന്നൊക്കെ ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി പറയുന്നുണ്ട്. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഈസ് ഓൺ വിത്ത് മോർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ സം അതർ സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷനേക്കാളും ഓസ്മോട്ടിക് പ്രഷർ കൂടിയ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സൊല്യൂഷൻസിൽ ഒന്നിനേക്കാൾ കൂടുതൽ പിന്നെ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സൊല്യൂഷന് നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അതേസമയം ഒന്നിനേക്കാൾ കുറവാണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ചിട്ട് അതിനേക്കാളും കുറവുള്ള പിന്നെ ഓസ്മോട്ടിക് പ്രഷറാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോട്ടോണിക് എന്ന് പറയും. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് പറയേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അബ്നോർമൽ മോളിക്കുലാർ മാസിനെ പറ്റിയിട്ടാണ്. അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്ന ടേം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവണം. നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ കുറച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സാധാരണ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസിൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് ദ സൊല്യൂട്ട് മോളിക്യൂൾസ് ഇഫ് ദെയർ ഒക്കേഴ്സ്, അതായത് മോളിക്യൂൾസിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ചിലപ്പം അസോസിയേറ്റഡ് ഫോമിലോ അല്ലെങ്കിൽ ഡിസോസിയേറ്റഡ് ഫോമിലോ ആണ് കാണപ്പെടുന്നതെങ്കിൽ അതിൻ്റെ മോളാർ മാസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആക്ച്വൽ മാസിനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും, ഒന്നുകിൽ കൂടുതലോ കുറവോ വരാം. സോ ദാറ്റ് റോങ് വാല്യൂസ് വി ഒബ്റ്റെയിൻഡ് ഫ്രം കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെഷർമെൻറ്റ് ആർ കോൾഡ് അബ്നോർമൽ മോളിക്കുലാർ മാസസ്. അപ്പോൾ അബ്നോർമൽ മോളിക്കുലാർ മാസസ് ഡ്യൂ ടു അസോസിയേഷനും ഉണ്ട്, അബ്നോർമൽ മോളിക്കുലാർ മാസസ് ഡ്യൂ ടു ഡിസോസിയേഷനും ഉണ്ട്. അപ്പോൾ അബ്നോർമൽ മോളിക്കുലാർ മാസസ് ഡ്യൂ ടു അസോസിയേഷൻ പറയുമ്പോൾ, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 or more മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തൊരു ബിഗർ മോളിക്യൂൾ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ദർ ഈസ് എ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആസ് എ റിസൾട്ട് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വിൽ ബി
ഒബ്സർവ്ഡ്. നമുക്കറിയാം നമ്പർ കുറയുമ്പോൾ അവിടെ പ്രോപ്പർട്ടീസിൻ്റെ അളവിലും കുറവ് വരും. ഹെൻസ് ദ ഒബ്സർവ്ഡ് വാല്യൂസ് ഓഫ് മോളാർ മാസസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ നോർമൽ വാല്യൂസ്. അപ്പോൾ നമുക്കവിടെ മോളാർ മാസ് നമുക്ക് അതിൻ്റെ ഇക്വേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കവിടെ വാല്യൂ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂവിൽ കുറവ് വരുമ്പോൾ മോളാർ മാസ് നമുക്ക് കിട്ടുന്നത് കൂടുതലായിട്ട് നമുക്ക് നോർമലിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ബെൻസോയിക് ആസിഡ്, അസറ്റിക് ആസിഡൊക്കെ ഡൈമറൈസ് ചെയ്താണ് സാധാരണ ബെൻസീനിൽ അത് നിൽക്കുന്നത്. അത് സിംഗിൾ മോളിക്യൂളായിട്ടല്ല, ഡൈമർ ഫോമിലാണ്, 2 എണ്ണം ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് സാധാരണ മോളാർ മാസ് ഇരട്ടിയായിട്ട് നമുക്ക് സാധാരണയെക്കാളും ഇരട്ടിയായിട്ട് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിറ്റർമിനേഷൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കാണപ്പെടും. അതുപോലെ തിരിച്ച് ഡിസോസിയേഷനാണ് വരുന്നതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. NaClൻ്റെ കേസ് വെച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു ടേം പറയുന്നത് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നൊരു ടേമാണ്. 1886 വാൻ ഹോഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേമാണ് വാൻ ഹോഫ് ഫാക്ടർ I എന്ന് പറയുന്നത്, വിച്ച് അക്കൗണ്ട് ഫോർ ദ അബ്നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. I ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ടു ദ തിയററ്റിക്കൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് നമ്മൾ എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്തെടുക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവും തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മോളാർ മാസ്, നമ്മൾ ഇൻ ടേംസ് ഓഫ് മോളാർ മാസാണ് പറയുന്നതെങ്കിൽ നേരെ തിരിച്ചു വരും. നമുക്ക് നോർമൽ നമ്മുടെ തിയററ്റിക്കൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്, അതായത് നമുക്ക് എക്സ്പെരിമെൻ്റലി കിട്ടുന്ന മോളാർ മാസ്. സോ ഇൻ ടേംസ് ഓഫ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതായത് ബോയിലിംഗ് പോയിൻ്റ് എലിവേഷനും ഡിപ്രഷൻ ഫ്രീസിങ് പോയിൻറ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കേസിലും ഒക്കെ ആണെങ്കിൽ എങ്ങനെ നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ളതിനെയാണ് I ഈസ് ഈക്വൽ ടു ഇട്ട് കാണിച്ചിരിക്കുന്നത്. എല്ലാം ഒബ്സർവ്ഡ് പ്രോപ്പർട്ടീസും കാൽക്കുലേറ്റഡ് പ്രോപ്പർട്ടീസുമായിട്ട് വരും. പക്ഷേ മോളാർ മാസിൻ്റെ കേസ് വരുമ്പോൾ കാൽക്കുലേറ്റഡ് മോളാർ മാസ് റേഷ്യോ ടു ദി ഒബ്സർവ്ഡ് മോളാർ മാസ് വരും. അപ്പോൾ ആ ഇക്വേഷനിൽ ഡെൽറ്റ TB, ഡെൽറ്റ TF ഇതെല്ലാം നമുക്ക് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, ഒപ്പം ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, ഇതെല്ലാമാണ് അതിനകത്ത് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നത് പോലെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് I ലെസ് ദാൻ 1 ആണെങ്കിൽ സൊല്യൂട്ട്സ് അണ്ടർഗോയിങ് അസോസിയേഷൻ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഡിസോസിയേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഡൈമറൈസേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി I എന്ന് പറയുന്നത് ഹാഫ് കിട്ടും. ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എത്ര അയോൺസ് ആണെന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും വരിക. NaClനാണെങ്കിൽ I 2 കിട്ടും, അതായത് 2 അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ബേരിയം ക്ലോറൈഡിനാണെങ്കിൽ അത് നമ്പർ 3 വരും. അലുമിനിയം സൾഫേറ്റ് Al2SO4 ത്രൈസിനാണെങ്കിൽ അത് I 5 വരും, ഇഫ് ഡിസോസിയേഷൻ ഈസ് കംപ്ലീറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് നമുക്ക് ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ വെച്ചിട്ട് ഫ്രീസിംഗ് പോയിൻ്റ് ഡിപ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അതായത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യുന്ന 1-2 മെത്തേഡ്സ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.